ഹായ് കൂട്ടരെ, എല്ലാവർക്കും സുഖമില്ലേ? അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഒരു അൽഫാം തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് മുഴുവൻ മല്ലി, കുരുമുളക്, പട്ട, ചുവന്നമുളക്, ജീരകം, പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പൂ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഒന്ന് ഒരു ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാറിയ ശേഷം അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് സബോളയും മല്ലിയിലയും പുതിന ഇലയും തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മല്ലിയിലേക്ക് ഇട്ട് അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം എല്ലാവിടെയും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. എന്നിട്ടത് ഫ്രിഡ്ജിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയതാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുറുക്കിയെടുത്തിട്ടുള്ള ടൊമാറ്റോ സോസ് ഇതുപോലെ ചെറുതായിട്ട് തേച്ച് കൊടുക്കാം. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്തു കൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് തേച്ച് കൊടുക്കുക. 2 വശവും നന്നായിട്ട് വേവിച്ചെടുത്തപ്പോൾ ഏകദേശം ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ജ്യൂസി ആയിട്ടിരിക്കും ചിക്കനൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.